എവിടെ പോവാ ഈ മഴയത്ത്? ഞാനേ നമ്മുടെ റോഡിലല്ല ഇപ്പോൾ ഉറവ വന്നെന്ന് തോന്നുന്നേ. അപ്പോൾ അതൊന്ന് നോക്കട്ടെ. നല്ല ഉറവയാണ് ഇപ്പോൾ, ഇന്നൊക്കെ ഇപ്പോൾ നല്ല ഉറവയാണ്. നമ്മുടെ പണ്ടത്തെ ആ കാലമൊക്കെ ഓർമ്മ വരുമല്ലേ, മഴക്കാലം. കുട്ടിക്കാലത്ത് എൻ്റെ പ്രായത്തിലുള്ളവരുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഇങ്ങനെ ചെരുപ്പ് പോലുമില്ലാതെ ഉറവയ്ക്കകത്തെ കലങ്ങി അടിച്ച് വരുന്ന വെള്ളത്തിനകത്തൂടെ നടന്നൊക്കെ അല്ലേ സ്കൂളിൽ പോയിരുന്നു. ഇപ്പം ആ റോഡുകളൊക്കെ ഇപ്പോൾ ടാറൊക്കെ ഇട്ടു, എങ്കിലും ഉറവയ്ക്കൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഞാൻ അതൊന്ന് നോക്കിയിട്ട് വരട്ടെ. എൻ്റെ ബാല്യത്തിൽ ഈ റോഡുകളെല്ലാം മൺവഴികളായിരുന്നു. ഈ വഴിയിൽ കൂടെയാണ് ഒരുപാട് നടന്ന് സ്കൂളുകളിൽ പോയിട്ടുള്ളത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ഭയങ്കര ഉറവയാണ്. ആ ഉറവയ്ക്കകത്ത് വെള്ളത്തെല്ലാം ചവിട്ടി നല്ല മെതിച്ച് അല്ലേ നമ്മൾ സ്കൂളിൽ പോകുന്നത്. കണ്ടോ, നമുക്ക് അന്ന് ചെരുപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ആ ഒരു ഓർമ്മയാണ് ഇന്ന് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫീല്. സിന്ധുവും ഉറവയ്ക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട് മഴയത്ത്. പണ്ടത്തെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അന്ന് കുടയൊന്നും ഇല്ലല്ലോ. ചിലർക്ക് കുട കാണത്തില്ല, ചിലർക്കൊരു വാഴയിലയായിരിക്കും, ചിലർക്ക് ചേമ്പലയായിരിക്കും. നമ്മുടെ പുസ്തകങ്ങളും ഒക്കെ ഈ സൈക്കിളിൻ്റെ ട്യൂബ് വെട്ടി ഒരു റബ്ബർ ബാൻഡ് ഉണ്ടാക്കുമായിരുന്നു. അത് സൈക്കിളുടെ പോയി മേടിക്കും. അത് 5 പൈസയോ 10 പൈസയോ അതിൻ്റെ വില. അതൊക്കെ പുസ്തകത്തിൻ്റെ മേളിൽ ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്. അന്ന് ഈ പറഞ്ഞ മാതിരിയുള്ള സാമ്പത്തികങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഇതെല്ലാം ഉറവയാണ് കേട്ടോ. കണ്ടോ, നല്ല ഉറവ ഇറങ്ങിയിരിക്കുന്നുണ്ടോ? എന്താ വെള്ളമെന്ന് നോക്കിയേ. കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉറവയാണ്. കണ്ടോ, ഉറവ വരുന്നുണ്ടോ? ഒരാഴ്ച കഴിയുമ്പോൾ കിണറ്റിലെ വെള്ളം ഒരു 2 അടി താന്ന് കഴിയുമ്പോൾ ഈ വെള്ളം തീരും. ഇങ്ങനെയുള്ള ഓർമ്മകൾ ഒരുപാട് നിങ്ങൾക്കൊക്കെ കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിന് കമൻ്റ് ഇടുക.